തലസ്ഥാനത്ത് സ്വകാര്യ മരുന്ന് വിതരണ കമ്പനിയിലെ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ കമ്പനി മേധാവികൾക്കെതിരെയുള്ള പോലീസ് അന്വേഷണം വൈകുകയാണ്. കുടുംബം പരാതി നൽകിയിട്ടും നിലവിൽ കേസെടുക്കാൻ പോലും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനനാണ് ചേരുന്നത്. ജ്യോതിഷ്, അതായത് ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ, അവരുടെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം അതിനായിട്ട് ഒരാളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിൽ കേസെടുക്കാൻ, ഈ കമ്പനിക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലീസിന് ഇത്ര മടി? പോലീസ് ആരെയാണ് ഭയക്കുന്നത് ജ്യോതിഷേ? വിനോദ്, ആതിര, ഈ മാസം 15-ാം തീയതിയാണ് തിരുവനന്തപുരം തമലം സ്വദേശിയായ മിഥുൻ ആത്മഹത്യ ചെയ്തത്. ജോലി സമ്മർദ്ദവും മാനസിക പീഡനവുമാണ് എന്നാണ് ഈ മിഥുൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. കമ്പനിക്കെതിരെ വ്യക്തമായ വിമർശനമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിനുള്ളത്. കമ്പനി മാനേജർക്കെതിരെയും ശക്തമായ വിമർശനമുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ടാർഗറ്റ് കൊടുക്കുകയും അത് കൊടുത്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് വരുന്നത്. മാത്രമല്ല ഇവരുടെ ഓരോ 3 കൊല്ലം തോറും ഒരു 3 മുതൽ 5 ലക്ഷം വരെയാണ് ഇവരുടെ ടാർഗറ്റ് വർദ്ധിപ്പിക്കുന്നത്. അതിൻ്റെ അനുസരിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇത് വ്യക്തമായ മാത്രമല്ല, രാത്രികാലങ്ങളിലെ മീറ്റിങ്ങുകളുണ്ട്. ഇതെല്ലാം സമ്മർദ്ദം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മിഥുൻ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. കാരണം ജോലി രാജിവെക്കാൻ പോലും ഈ കമ്പനി മാനേജ്മെൻറ്റ് അനുവദിച്ചിരുന്നില്ല എന്നാണ് ഈ വ്യക്തമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാസം 15-ാം തീയതി മിഥുൻ ആത്മഹത്യ ചെയ്തത്. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് പരാതി കുടുംബം പോലീസിൽ കൊടുത്തിട്ടും നിലവിൽ പരാതി എടുക്കുന്നില്ല, അല്ലെ വിശദമായ മൊഴി എടുക്കുന്നില്ല. ഈ മിഥുൻ്റെ ആത്മഹത്യ കഴിഞ്ഞൊരു 4 ദിവസത്തിന് ശേഷമാണ് ശക്തമായ പരാതിയെ തുടർന്ന് ഇപ്പോൾ മൊഴി എടുത്തിരിക്കുന്നത്. എന്നാൽ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ കമ്പനിയിൽ നിന്ന് ഉയർന്ന ഉന്നതരിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇതിന് കാരണമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകാൻ ഒരുങ്ങിയാണ് ഈ കുടുംബം. കാരണം ഈ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു 26 വയസ്സുകാരനായ ഈ മിഥുന. എന്നാൽ കാരണം ലോൺ എടുത്താണ് മിഥുന് ഇത്തരത്തിലൊരു കോഴ്സ് പഠിക്കുകയും ഇത്തരത്തിൽ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇവർക്ക് ഈ ഒരു കമ്പനി മാത്രമല്ല, പല കമ്പനികളിലും ഇത്തരമുള്ള ജോലി സമ്മർദ്ദം ഇത് സംബന്ധിച്ച് ഇവിടുത്തെ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള പരിഗണനയൊന്നും ഇവർക്ക് കമ്പനിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്താണേലും പരാതി ഇപ്പോൾ എടുക്കാൻ ഇതുവരെ മൊഴി മാത്രം എടുത്തിട്ടുള്ളൂ. കൂടുതൽ അന്വേഷണമോ ഇത് കമ്പനി മാനേജരെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകാനും ഒരുങ്ങിയാണ് വിനോദ്, ആതിര. അതെ, വ്യക്തമാണ്. സ്വകാര്യ മരുന്ന് കമ്പനികളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ റെപ്പ് ജീവനൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷ് ജനാർദ്ദനൻ.